السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. وأصلي وأسلم على خاتم الأنبياء والمرسلين محمد وعلى آله وأصحابه الفائزين أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا كريم. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. ബഹുമാനമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു നമ്മളുടെ ഈ ഒരു പ്രവർത്തനം നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അറിവ് അന്വേഷിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നറിയിക്കുന്ന ഒരുപാട് പ്രമാണങ്ങൾ നമ്മൾക്ക് ഖുർആനിലും ഹദീസിലും കാണാൻ കഴിയും. അറിവുള്ളവരെ അള്ളാഹു ഉയർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഉയർത്തും. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്തിൻ. അത് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു അവർക്ക് ദറജകൾ ഉയർത്തുമെന്ന് ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ഖാഇദ, നമ്മുടെ പൊതുനിയമം എന്ന് പറയുന്നത് 29ാമത്തെ ബൈത്തുമായി ബന്ധപ്പെട്ടുള്ളതാണ്. മുആജിലുൽ മഹ്ദൂരി ഖബ്ല ആനിഹി ഖദ് ബാഅ ബിൽ ഖുസ്റാനി മഅ ഹിർമാനിഹി. ഈ ഖാഇദയുടെ അർത്ഥം നമ്മൾ കുറച്ച് സൂചിപ്പിച്ചു പോയിരുന്നു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ. ആരെങ്കിലും അവന് ഹറാമായ ഒരു കാര്യം അതിന് സമയം എത്തുന്നതിന് മുമ്പ് അതിനെ തേടിയാൽ, ധൃതി കാണിച്ചാൽ, അത് ലഭിക്കാതെ നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളതാണ് അവന് കൊടുക്കുന്ന ശിക്ഷ. അവനിൽ നിന്ന് തടയണം എന്നുള്ളതാണ് അവന്റെ ശിക്ഷ. ഈ സമയത്ത് അവന് മംനൂ ആണ്, കുറച്ചു കഴിഞ്ഞാൽ അവന് അനുവദിക്കപ്പെടും. അങ്ങനെയുള്ള ചില സാധനങ്ങൾ, ചില കാര്യങ്ങൾ അത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്താൽ കൊടുക്കരുത് എന്നാണ് ശറഈന്റെ കൽപ്പന. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇങ്ങനെ ഒരു വിധി ഉമർ റളിയല്ലാഹു നടപ്പാക്കിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു, എനിക്ക് എന്റെ ഉപ്പയിൽ നിന്ന് അനന്തര സ്വത്ത് ലഭിക്കാനുണ്ട്. ഒരു കുറച്ച് പൈസ അധികം കിട്ടാറുണ്ട്. കുറെ അനന്തര സ്വത്ത് വീതം വെക്കുകയാണെങ്കിൽ ഒരു 10-20 ലക്ഷം അല്ലെങ്കിൽ 1 കോടി രൂപ എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചാൽ, അപ്പൊ അത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി എന്റെ ഉപ്പയെ ഞാൻ വധിച്ചാൽ, എന്റെ ഉപ്പയെ ഞാൻ കൊന്നു, അതാവുമ്പോ പെട്ടെന്ന് അനന്തര സ്വത്ത് വീതം വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് കൊന്നാൽ, ഈ കൊന്ന വ്യക്തിക്ക് അനന്തര സ്വത്തിൽ നിന്ന് ഒന്നും കൊടുക്കാൻ പാടില്ല എന്നാണ് ഈ ഖാഇദ വെച്ച് വരിക. അങ്ങനെ തന്നെയാണ് ദീന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതും. പൊതുവെ എല്ലാ മസ്ഹബിലും ഈ ഒരു ഖാഇദ അംഗീകരിക്കപ്പെട്ടതാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട മസലകളും അവര് ചെയ്യാറുണ്ട്. ഇപ്പൊ ഒരു അടിമ സമ്പ്രദായം നിലവിലുള്ള കാലാണെങ്കിൽ അടിമയെ തദ്ബീർ ചെയ്യുക എന്നൊരു മസലയുണ്ട്. എന്ന് പറഞ്ഞാൽ, ഞാൻ മരിച്ചാൽ നീ മോചിതനാകും എന്ന് യജമാനൻ പറയാം. ഒരു യജമാന്റെ അടിമനോട് പറയാണ്, ഞാൻ മരിച്ചാൽ നീ മോചിതനാണ്, അതുവരെ നിന്റെ അടിമത്തം ഉണ്ടാവുള്ളൂ, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക് സ്വതന്ത്രനാവും. അപ്പൊ ഈ അടിമ പോയിട്ട് യജമാനെ കൊന്നു, മരിച്ചാൽ മോചിതനാവല്ലോ വെച്ചിട്ട്. അപ്പൊ ഇയാള് വീണ്ടും അടിമയായി തന്നെ തുടരേണ്ടി വരും എന്നും ഈ ഖാഇദ വെച്ച് വരും. ഇനി ഇവിടെ എങ്ങനെയാണ് കൊല്ലുക, കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട ഉദ്ദേശം എന്താണ് കൊല്ലുക, എങ്ങനെ കൊല്ലണം? അത് മനഃപൂർവ്വം നമ്മൾ ഖത്ലുൽ അംദ് എന്ന് പറയുന്ന കൊലപാതകമുണ്ട്, അതേപോലെ അബദ്ധത്തിൽ കൊല്ലുന്ന കൊലപാതകമുണ്ട്. ശരിയായ അഭിപ്രായ പ്രകാരം മനഃപൂർവ്വം കൊന്നാലാണ് ഈ ശിക്ഷ കിട്ടുക എന്നും പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു. അതായത് ഒന്നുമില്ല, ഇപ്പൊ ഞാൻ അബദ്ധത്തിൽ, ഞാൻ എന്റെ വെച്ചിട്ട് ഉദാഹരണം പറഞ്ഞു കേട്ടോ, അത് ബാക്കിയുള്ള ആരിലേക്കും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
ഒരു വ്യക്തിയെ സങ്കല്പിക്കുക, ആ വ്യക്തിക്ക് ഉപ്പയിൽ നിന്ന് അനന്തരസ്വത്ത് കിട്ടാനുണ്ട്, കുറെ കിട്ടാനുണ്ട്. ഉപ്പ മരിച്ചാൽ പിന്നെ അനന്തരസ്വത്ത് വീതം വെക്കും. അപ്പൊ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഉപ്പനെ കൊന്നു. അത് മനഃപൂർവ്വം തന്നെ ഉപ്പനെ വിഷം കൊടുത്തു കൊന്നു, അല്ലെങ്കിൽ കത്തി കുത്തി കൊന്നു. എങ്ങനെ കൊന്നാലും മനഃപൂർവ്വമുള്ള കൊലപാതകത്തിനാണ് ഈ ശിക്ഷ കിട്ടുക. അബദ്ധത്തിൽ അവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പറ്റിപ്പോയാൽ ചില പണ്ഡിതന്മാരൊക്കെ തടയപ്പെടുന്നു പറഞ്ഞിട്ടുണ്ട്, ചില പണ്ഡിതന്മാരെ അത് അംഗീകരിച്ചിട്ടില്ല. പിന്നെ ഒരു വ്യക്തി ഒരു ഭാര്യയും ഭർത്താവിനെയും പിരിക്കാൻ നോക്കാം. എന്തിനു വേണ്ടി? ഈ ഭർത്താവിനെ കൊന്നാൽ എനിക്ക് ഇവളെ കല്യാണം കഴിക്കാം. വേറൊരു ഉദാഹരണമാണ്, ഒരു വ്യക്തി ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട്. അപ്പൊ ഭർത്താവിനെ പോയി കൊന്നാൽ ഇനി ഭർത്താവ് മരണപ്പെട്ടാൽ ഇവളെന്തായാലും കല്യാണം ആയിരിക്കുമല്ലോ വേറെ. അപ്പൊ ഇവളെ എനിക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി, നമ്മുടെ നാട്ടിൽ ചിലപ്പോ വേറൊരു ഭാഷയിലാണ്, കാമുകനും ഭാര്യയും കൂടി മക്കളെ വെട്ടിക്കൊന്നു നിങ്ങൾ കേട്ടിട്ടില്ലേ? അതേപോലെ ഭർത്താവിനെ വെട്ടിക്കൊന്നു. വേറെ ഉദാഹരണം. അങ്ങനെ ഒരാൾ അതിനു വേണ്ടി ചെയ്താൽ ഒരിക്കലും ഇയാൾക്ക് ഈ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പാടില്ല. ഈ കാര്യം വെച്ചിട്ട്, ഈ നിയമം വെച്ചിട്ട് ശരീഅത്ത് അംഗീകരിച്ച നിയമമാണ്. ഇനി ഒരാള് മരിക്കാൻ കിടക്കുന്ന സമയത്ത് മരണശയ്യയിലായിരിക്കെ ഭാര്യയെ തൊലാഖല്ലേ, എന്താണ് ലക്ഷ്യം? ഭാര്യക്ക് അനന്തര സ്വത്തിന് ഒന്നും കൊടുക്കാൻ പാടില്ല. ഞാൻ മരിച്ചാൽ എന്റെ സ്വത്തിന് ഒന്നും എന്റെ ഭാര്യക്ക് കിട്ടരുത്, അതുകൊണ്ട് മരിക്കാൻ കിടക്കണം എന്ത് ചെയ്തു? തൊലാഖല്ലേ ഒഴിവാക്കിയ ഭാര്യയല്ലല്ലോ. അപ്പൊ അത് അനന്തര സ്വത്ത് അവൾക്ക് കൊടുക്കണം എന്നാണ് ശരീഅത്തിന്റെ കൽപ്പന. ഇതിന് തൊലാഖുൽ ഫാർ എന്നും അല്ലെങ്കിൽ തൊലാഖുൽ ദിറാർ എന്നൊക്കെയാണ് പണ്ഡിതന്മാർ പറയുക, ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള തൊലാഖിന്. അപ്പൊ ഇതാണ് നമ്മൾ ഇതിപ്പോ ദുനിയാവില് മാത്രമല്ല ആഖിറത്തിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാം. അപ്പൊ ഒരാൾ മൻ ശരിബൽ ഖംറ ഫിദ് ദുനിയ ഹുരിമഹ ഫിൽ ആഖിറ, ആരെങ്കിലും ദുനിയാവിൽ കള്ളു കുടിച്ചാൽ ആഖിറത്തിൽ അവനത് തടയപ്പെടും എന്ന ഹദീസും, അതേപോലെ തന്നെ ലാ തൽബസു അൽ ഹരീർ, നിങ്ങൾ പട്ട് ധരിക്കരുത്, ഫൈനഹു മൻ ലബിസഹു ഫിദ് ദുനിയ ലം യൽബസഹു ഫിൽ ആഖിറ, ആരെങ്കിലും അത് പട്ട് ധരിച്ചാൽ ദുനിയാവിൽ ധരിച്ചാൽ ആഖിറത്തിൽ അവൻ അതിൽ ധരിക്കപ്പെടുകയില്ല എന്നുള്ള ഹദീസൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. നമുക്ക് അനുവദിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ അത് ധൃതി കാണിക്കരുത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് പിന്നെ ആത്മീയമായി പറയുകയാണെങ്കിൽ പൊതുവെ ഒരു സമയം ആകുന്നതിന് മുമ്പ് സമാൻ പറയല്ലോ, മൂക്കാതെ വയ്ക്കാന്ന് പറയലുണ്ടല്ലോ, അതും പാടില്ല. അപ്പൊ അത് കിട്ടാതെ പോവാണ് ചെയ്യുക. പരമാവധി ഏത് കാര്യവും അതിന്റെ സമയം വരെയാണ് ചെയ്യേണ്ടത്. അതിന് മുമ്പ് ധൃതി കാണിച്ചാൽ ചിലപ്പോൾ അതെന്ത് ചെയ്യാണ്, നഷ്ടപ്പെട്ടു പോവാണ്. ഒരാള് പിന്നെ പണ്ടൊരു വിദ്യാർത്ഥി, നമ്മുടെ കാലത്താണെന്ന് എന്റെ ഓർമ്മ, ജാമ്യയിൽ പഠിക്കാൻ വന്നു. ആ വിദ്യാർത്ഥി പറഞ്ഞു, എന്തിനാ ഈ ഭാഷയൊക്കെ പഠിക്കുന്നത്, നേരെ ഖുർആൻ ഹദീസൊക്കെ പഠിച്ചാൽ പോരെ, നേരെ അങ്ങോട്ട് പിന്നെ കിതാബുകളൊക്കെ കടന്നാൽ പോരെ, ഈ അറബി ഭാഷയും നഹ്വും സർഫൊക്കെ പഠിച്ചിട്ട് എന്താണ് കാര്യം? അതായത് ഒരു കാര്യം എത്തുന്നതിന് മുമ്പ് അതിലേക്ക് ചാടുകയാണ്. ആ കുട്ടി അവസാനം നിർത്തി പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അത് അള്ളാഹു കൊടുക്കുന്ന ഒരു ശിക്ഷയാണ്. ഒരു സമയം ആകുന്നതിന് മുമ്പ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, നമ്മളെ സ്വഭാവം പഠിച്ച് നന്നാക്കട്ടെ. അതിലേക്ക് എടുത്തു ചാടിയാൽ ഒരു പക്ഷെ അത് കിട്ടാതെ പോവുകയാണ് ചെയ്യുക. ഇനി ഇതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ആരെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒഴിവാക്കി അള്ളാഹ്ക്ക് വേണ്ടി വേണ്ടാന്ന് വെച്ചാൽ അതിനേക്കാൾ നല്ലത് ആര് പകരം കൊടുക്കും? അള്ളാഹു പകരം കൊടുക്കും. അത് ഇതുമായി ചേർത്ത് വെച്ച് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. മൻ തറക്ക ശൈഅൻ ലില്ലാഹി, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും ഒഴിവാക്കിയാൽ അവ്വലഹുല്ലാഹു ഖൈറൻ മിൻഹു, അള്ളാഹു ആ വ്യക്തിക്ക് അതിനേക്കാൾ നല്ലത് പകരം കൊടുക്കും എന്നും ഹദീസുകളിലും ഉണ്ട്. ശരീഅത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾക്ക് അള്ളാഹ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഒഴിവാക്കി ശീലിക്കുന്നത്. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളാണ്, മഹബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളാണ്. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങളിൽ ഒന്നാണ് അയാൾക്ക് വേണ്ടി നമ്മൾ ഒഴിവാക്കുന്നു എന്നുള്ളത്. ഇരട്ടത്താവ് പാടില്ലല്ലോ. നമ്മള് പലതും ഒഴിവാക്കുന്നില്ല. ഞാൻ അള്ളാഹിന്റെ ആളാണ്, അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ അടിമയാണ്, എല്ലാ അർത്ഥത്തിലും അടിമയാവണമെങ്കിൽ, അബ്ദാവണമെങ്കിൽ, എല്ലാ അർത്ഥത്തിലും നമ്മൾ അടിമയാവണമെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കി നമ്മൾ എന്ത് ചെയ്യണം? ശീലിക്കണം. ആ സമയത്താണ് നമ്മൾ അള്ളാഹുവിനോടുള്ള സ്നേഹം സത്യസന്ധമാവുക. ഈ തെർക്ക്, ത്യാഗം എന്ന് പറയുന്നത് ഇപ്പൊ ഹിജറക്കൊക്കെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠവും ഇതന്നെയാണ്. ഹിജറയിലൊക്കെ എന്താ ചെയ്തത് സ്വഹാബത്ത്? അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ നാട്, അവരുടെ
കുടുംബം, അതൊക്കെ വിട്ടിട്ടാണ് അവർ ഒഴിവാക്കി പോയത്. ഒക്കെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കിയപ്പോൾ അതിനേക്കാൾ നല്ലത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പകരം കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ത്യജിച്ചാലും അതിനേക്കാൾ വലുത് അള്ളാഹ് പകരം തരും. നമ്മൾ ഹറാമ് കാണുന്നില്ല, നമുക്ക് ശരീരത്തിന് നല്ല താല്പര്യമുണ്ട്, മ്ലേച്ഛതകൾ, തോന്നിയാസം, അശ്ലീല ചിത്രങ്ങൾ കാണാൻ കണ്ണിങ്ങനെ പറയുന്നുണ്ട്. അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ ഒഴിവാക്കിയാൽ അതിനേക്കാൾ നല്ല കാഴ്ച ആര് പകരം തരും? അള്ളാഹു സുബ്ഹാനഹു വ തആല പകരം തരും. നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി മോശപ്പെട്ട ഒരു കച്ചവടത്തിൽ നിന്ന് മാറി നിന്നു, അതായത് അള്ളാഹ് ഹറാമാക്കിയ ഒരു കച്ചവടത്തിൽ നിന്ന് നമുക്ക് ഭയങ്കര ലാഭമുണ്ട്, കോടിക്കണക്കിന് രൂപ ലാഭമുണ്ട്, ലക്ഷക്കണക്കിന് രൂപ ലാഭമുണ്ട്. അത് പിന്നെ ചില ആളുകളൊക്കെ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മസാല ഇതൊക്കെ പറഞ്ഞ് അംഗീകരിച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ അള്ളാഹിനെ പേടിച്ച് അതിന് ഹറാമ് നമ്മുടെ ഭക്ഷണത്തിലേക്ക് കലരുമോ എന്ന് പേടിച്ച് നമ്മൾ എന്ത് ചെയ്തു? അതിൽ നിന്ന് വിട്ടു നിന്നാൽ അതിനേക്കാൾ വലിയ കച്ചവടം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരും, ദുനിയാവിലും ആഖിറത്തിലൊക്കെ തരും. അതുകൊണ്ട് തന്നെ അതിനേക്കാൾ വലിയ ലാഭം നമുക്ക് കൊയ്യാൻ പറ്റും. ഏത് വിഷയം അങ്ങനെയാണ്, അള്ളാഹ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ ഒഴിവാക്കിയാൽ അത് അള്ളാഹു അതിനേക്കാൾ വലുത് തന്നെ നമുക്ക് പകരം തരും. ഇതും ഈ ഖായിദയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പം ഈ ഖായിദയിൽ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഒരു സമയം എത്തുന്നതിന് മുമ്പ്, നമുക്ക് ഇപ്പോൾ മംനൂആയ ഒരു കാര്യം സമയം എത്തുന്നതിന് മുമ്പ് തേടിയാൽ അത് ലഭിക്കാതെ പോവുക എന്നുള്ളതാണ് ദീന് കൊടുക്കുന്ന ശിക്ഷ. അത് നമുക്ക് നൽകരുത് എന്നുള്ളതാണ് ദീനിന്റെ ശിക്ഷ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിന് ഉദാഹരണങ്ങളും പറഞ്ഞു. ഇനി അടുത്തത് മറ്റൊരു ഖായിദയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ എടുക്കും. മദ്രസ ഒക്കെ തുടങ്ങാനായാലും ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. പിന്നെ കുറച്ച് പഠിക്കുകയാണെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് നമ്മൾ മനസ്സിരുത്തി പഠിച്ചാൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ നമ്മൾ എവിടുന്ന തുടങ്ങിയ നമ്മൾ ആദ്യം നമ്മൾ ആ മസ്ലഹത്തും മഫ്സദത്തും അതേപോലെ തന്നെ നമ്മുടെ ദീന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. നീയത്ത് അല്ലെ, നീയത്തിലാണ് ആരംഭിച്ചത് നമ്മുടെ ക്ലാസ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓർത്തെടുക്കുക എന്നുള്ളതും ഇപ്പൊ പ്രത്യേകിച്ച് ദർസ് വിദ്യാർത്ഥികളോട് പറയണത്, നമ്മളിപ്പോ കുറെ ആയി, 4 മാസത്തിലധികമായി. അപ്പൊ ഇതുവരെ എടുത്ത ക്ലാസ്സുകൾ എന്ത് ചെയ്യാ, നമ്മളത് റിപ്പീറ്റ് ചെയ്യുക, പഠിക്കുക. ഇൽമ് വീണ്ടും വീണ്ടും പഠിക്കാത്തിടത്തോളം കാലം മനസ്സിൽ നിൽക്കൂല. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എവിടുന്നാണ് ഇത്ര ഹിഫ്ള്, ഇവിടെ എത്ര ഈ മനപ്പാട ശക്തി, ഖുവത്തു ദാക്കിറ, പെട്ടെന്നെല്ലാം ഹിഫ്ളാവുന്നത്? കസറത്തുൻ നദർ ഫിൽ കിതാബാണ്, അതായത് ഒരുപാട് പിന്നെ കിതാബിലേക്ക് പിന്നെയും നോക്കിക്കൊണ്ടേയിരിക്കുന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പഠിച്ച ഇൽമു പിന്നെ മുറാജ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് അത് ഇനിയിപ്പോ ഖുതുബ കേട്ടാലും ക്ലാസ് കേട്ടാലും ഒക്കെ നമ്മളത് വീണ്ടും ഓർത്തെടുത്തിട്ടില്ലെങ്കിൽ പിന്നീട് നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്രയുമാണ് ഈ ഖായിദയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിന്റെ വിഷയത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന, അറിവ് അന്വേഷിക്കാൻ താല്പര്യം കാണിക്കുന്ന, മനസ്സിൽ പല കാര്യങ്ങളും താല്പര്യമുള്ളതുപോലെ ഏറ്റവും വലിയ താല്പര്യം പരലോകമാകുന്ന, അള്ളാഹുവിനോടുള്ള ഇഷ്ടമാകുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പിന്നെ ഇത്തിബാ പിൻപറ്റൽ വലിയൊരു കാര്യമായി കൊണ്ടു നടക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, മുഅ്മിനുകളിൽ, മുഅ്മിനത്തുകളിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വന്നു പോയിട്ടുള്ള അപാകതകൾ റബ്ബ് മാപ്പാക്കി തരുമാറാകട്ടെ. അറിവ് പഠിക്കുന്നവരിൽ എന്നെയും നിങ്ങളെയും റബ്ബ് ഉൾപ്പെടുത്തട്ടെ. മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരണപ്പെടാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീൻ വൽഹിഖ്നാ ബിസ്സാലിഹീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ അസ്ലിഹ് ലനാ ദീനനാ الذي هو عصمة أمرنا واصلح لنا دنيانا التي فيها معاشنا واصلح لنا آخرتنا التي فيها معادنا واجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر. اللهم لا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا غاية قصدنا ولا إلى النار مصيرنا يا رب العالمين. هذا والله أعلم واستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه الغفور الرحيم. وصلى الله وسلم وبارك على نبينا حبيبنا محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.